നമസ്കാരം. ഇന്നത്തെ വാർത്താ ദിനത്തിന്റെ സജീവ ചിത്രവുമായി 9 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വിമാനത്തിൽ മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ ഷാഫി പറമ്പിലിനെയും ശബരിനാഥനെയും ചോദ്യം ചെയ്യും. ഗൂഢാലോചന നടന്നത് ഷാഫി അഡ്മിനായ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. വിമാനത്തിനുള്ളിലെ സംഭവത്തിൽ EP ജയരാജന് 3 ആഴ്ചത്തേക്ക് വിലക്കേർപ്പെടുത്തി ഇൻഡിഗോ. നടപടി പ്രതിഷേധാർഹമെന്ന് CBIയും നിയമവിരുദ്ധ നടപടിയെന്ന EP ജയരാജൻ. മണി അധിക്ഷേപിച്ച് കെ സുധാകരനും മഹിളാ കോൺഗ്രസും. മണിയുടേത് ചിമ്പാൻസിയുടെ മുഖമെന്ന് സുധാകരൻ. ആൾക്കുരങ്ങിന്റെ ചിത്രത്തിൽ മണിയുടെ തലയൊട്ടിച്ച മഹിളാ കോൺഗ്രസ് മാർച്ച്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി വാനര വസൂരി. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. കുടുംബാംഗങ്ങൾ നിരീക്ഷണത്തിൽ. ജാഗ്രത ശക്തമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെ അടിവസ്ത്രം അഴിപ്പിച്ച് പരീക്ഷ എഴുതിപ്പിച്ചതായി പരാതി. സംഭവം കൊല്ലം ആയൂരിൽ. വലിയ പിഴവുണ്ടായെന്നും കേന്ദ്രത്തെ പരാതി അറിയിക്കുമെന്നും മന്ത്രി ആർ ബിന്ദു. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടുമെന്ന് ബാലാവകാശ കമ്മീഷൻ. സംഭവത്തിൽ പങ്കില്ലെന്ന് കോളേജ് അധികൃതർ. കല്ലാക്കുറിച്ചിയിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത കേസിൽ BJP നേതാവ് അറസ്റ്റിൽ. അറസ്റ്റിലായവരിൽ ADMK IT സെൽ അംഗങ്ങളും. കലാപം ആസൂത്രിതമെന്ന് പോലീസ്. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുമതി നൽകി മദ്രാസ് ഹൈക്കോടതി. BJPയുടെ രാഷ്ട്രീയ ആയുധമായി ED പ്രവർത്തിക്കുന്നുവെന്ന് ഡോക്ടർ തോമസ് ഐസക്. കേരളം ലക്ഷ്യമാക്കി BJPക്ക് പ്ലാനുണ്ട്. റിസർവ് ബാങ്ക് ഇതുവരെ കാണാത്ത ഫെമ ലംഘനമാണ് ED കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതെന്നും ഐസക്. EDക്ക് മുൻപാകെ ഐസക് നാളെ ഹാജരാവില്ല. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് അവസാനിച്ചു. 8 MPമാർ വോട്ട് ചെയ്തില്ലെന്ന് റിപ്പോർട്ട്. മികച്ച മത്സരം കാഴ്ചവെക്കാനായെന്ന പ്രതീക്ഷയിൽ പ്രതിപക്ഷം. ഫലപ്രഖ്യാപനം വ്യാഴാഴ്ച. നോക്കാം വിശദമായി. ഇന്ന് ഏറെ ഗൗരവത്തോടെ കേട്ടൊരു വാർത്തയായിരുന്നു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം അഴിപ്പിച്ച് പരിശോധിച്ചു. അടിവസ്ത്രം ഊരിവയ്പ്പിച്ചതിന് ശേഷമാണ് പരീക്ഷ എഴുതിച്ചത് എന്ന വാർത്ത. ഏറെ ആശങ്കാജനകമായ വാർത്ത. ഒരേ സമയം തന്നെ അതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ചർച്ചകൾ വരുന്നത് കണ്ടു. കൊല്ലം ആയൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം അഴിപ്പിച്ച് പരീക്ഷ എഴുതിപ്പിച്ചതായി പരാതി. കൊല്ലം ആയൂരിലെ പരീക്ഷാ കേന്ദ്രത്തിനെതിരെ ശൂരനാട് സ്വദേശി റൂറൽ SPക്ക് പരാതി നൽകി. മാനദണ്ഡപ്രകാരമാണ് നീറ്റ് പരീക്ഷ നടന്നതെന്നാണ് മറുവാദം. പരീക്ഷ നടത്തിപ്പിൽ പങ്കില്ലെന്ന് മാർത്തോമ കോളേജ് അധികൃതർ വ്യക്തമാക്കി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ വലിയ വിമർശനമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ വാർത്ത കേൾക്കാം. ആയൂർ മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജിയിൽ ദേശീയ മെഡിക്കൽ UG പ്രവേശന പരീക്ഷ നീറ്റ് എഴുതിയ വിദ്യാർത്ഥിനിയുടേതാണ് പരാതി. പരീക്ഷാ കേന്ദ്രത്തിലെ പ്രവേശന കേന്ദ്രത്തിൽ വെച്ച് വസ്ത്രങ്ങൾ പരിശോധിക്കുകയും അടിവസ്ത്രം ഉൾപ്പെടെ അഴിപ്പിക്കുകയും ചെയ്തു. വസ്ത്രത്തിൽ ലോകവസ്തു ഉണ്ടെന്നായിരുന്നു കാരണം. ഇത്തരം നടപടി വിദ്യാർത്ഥിനികളെ മാനസികമായി തളർത്തിയെന്നും വിദ്യാർത്ഥികളുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കാൻ 2 മുറികൾ ഉണ്ടായിരുന്നുവെന്നാണ് പരാതി. ശൂരനാട് സ്വദേശിയായ രക്ഷിതാവ് റൂറൽ SPക്ക് പരാതി നൽകി. പ്രാഥമിക ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് അവരുടെ ഇന്നർവെയറിൽ എന്തോ ഹുക്ക് മെറ്റൽ ഡിറ്റക്ടർ എന്തോ അടിച്ച് സൗണ്ട് കേൾക്കുന്നു, അതുകൊണ്ട് ആ സാധനം ഊരി മാറ്റണം എന്നവരോട് ആവശ്യപ്പെട്ട പ്രകാരം അവൾക്ക് അത് സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ഒരുപാട് മെൻ്റലി ഹലാഷ് ചെയ്തു. അതിനുശേഷം ഹാളിൽ പ്രവേശിച്ച് പരീക്ഷ എഴുതി. പക്ഷേ അവിടെ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെന്നല്ല അവിടെ പങ്കെടുത്ത ഏകദേശം 90% പെൺകുട്ടികളുടെയും ഇന്നർവെയേഴ്സ് മൊത്തം ഊരി അവർ ഒരു സ്റ്റോർ റൂമിൽ കീപ്പ് ചെയ്തിട്ട് ആ ഇന്നർവെയർ ഇല്ലാതെയാണ് ആ കുട്ടികൾ മൊത്തം പരീക്ഷയ്ക്ക് പോയത്. അപ്പം പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഈ ഓരോ കുട്ടികളും പോയിട്ട് ഈ ഊരിയിട്ട ഇന്നർവെയർ രണ്ടാമത് ധരിച്ചതിന് ശേഷമാണ് അവർ പരീക്ഷാ ഹാളിലേക്ക് പുറത്തേക്ക് വന്നു എന്നുള്ള ഞെട്ടിക്കുന്ന സംഭവമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതേസമയം കൃത്യമായ മാനദണ്ഡം പ്രകാരമാണ് നീറ്റ് പരീക്ഷ നടന്നതെന്നാണ് മറുവാദം. ലോകവസ്തുക്കൾ ഉള്ളതൊന്നും ശരീരത്തിൽ പാടില്ലെന്നാണ് ചട്ടമെന്നും പരീക്ഷാ ചുമതലയുള്ളവർ പറയുന്നു. പരീക്ഷാ നടത്തിപ്പുകാർക്ക് വീഴ്ച സംഭവിച്ചതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകൂ. കൈരളി ന്യൂസ്, കൊല്ലം. ഒരു പരീക്ഷാ നടത്തിപ്പിന്റെ പേരിൽ എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അടിവസ്ത്രം അഴിപ്പിച്ചുകൊണ്ട് എന്ത് പരീക്ഷാ പ്രോട്ടോകോൾ നടപ്പിലാക്കാനാണ്
ഈ അധികാരികൾ ശ്രമിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി ഇന്ന് പൊതുസമൂഹം ഉയർത്തിക്കൊണ്ടുവരുന്നത് കണ്ടു. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം അഴിപ്പിച്ച് പരീക്ഷ എഴുതിപ്പിച്ച സംഭവത്തിൽ കേന്ദ്രത്തെ പരാതി അറിയിക്കുമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. വിദ്യാർത്ഥിനി നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതേസമയം സംഭവത്തിൽ പങ്കില്ലെന്ന് കോളേജ് അധികൃതർ പറയുന്നു. കൊല്ലം ആയൂരിലെ പരീക്ഷാ കേന്ദ്രത്തിനെതിരെയാണ് ശൂരനാട് സ്വദേശി റൂറൽ എസ്.പിക്ക് പരാതി നൽകിയത്. നീറ്റ് പരീക്ഷയ്ക്കിടെ അടിവസ്ത്രമഴിപ്പിച്ച് പരീക്ഷ എഴുതിപ്പിച്ചെന്നായിരുന്നു പരാതി. വിഷയം അങ്ങേയറ്റം അപലപനീയമെന്നും സംസ്ഥാനത്തിന്റെ അസംതൃപ്തിയും പ്രതിഷേധവും കേന്ദ്രത്തെ അറിയിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. അത് വളരെയധികം കുട്ടികൾക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് NTA സെൻട്രൽ ഗവൺമെന്റിനെയും ഇത് സംബന്ധിച്ച കേരളത്തിന്റെ അസംതൃപ്തി അറിയിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. 15 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കൊല്ലം റൂറൽ എസ്.പിയോട് കമ്മീഷൻ അംഗം VK ബീനാകുമാരി ആവശ്യപ്പെട്ടു. പെൺകുട്ടികളുടെ അടിവസ്ത്രമൂരിച്ചത് കാടത്തമാണെന്ന് നീറ്റ് കൊല്ലം ജില്ലാ കോർഡിനേറ്റർ NJ ബാബു പറഞ്ഞു. മെറ്റൽ പീസ് മാത്രം മാറ്റണമെന്നേ ഉള്ളൂ. ഇത് എന്താണ്, ഏത് കാടനാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയുന്നില്ല. ഏത് കാടൻ ഇത് ചെയ്തവനെ ഉണ്ടല്ലോ അവനെ ജയിലിടണം. ഏത് കാടനെ ഒരു സാറ് ആണും പെണ്ണിനും ഇന്ന് വരുന്ന എന്താ വ്യത്യാസം? ഇന്നോവേറ്റീവ് എന്ന സ്വകാര്യ ഏജൻസിയുടെ ആളുകളാണ് ആയൂർ കോളേജിൽ പരീക്ഷയ്ക്ക് നേതൃത്വം നൽകിയതെന്നും സംഭവത്തിൽ പങ്കില്ലെന്നും കോളേജ് മാനേജ്മെന്റ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. വിമാനത്തിൽ മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം വലിയ ചർച്ചയായതാണ്. വലിയ വിമർശനം ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നിട്ടും ആ സംഭവത്തെ ന്യായീകരിക്കുകയും അത് നടത്തിയവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന സമീപനമായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുമ്പോഴും അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നേതൃത്വത്തിന്റെ അറിവോടെ ആയിരുന്നില്ല വിമാനത്തിനുള്ളിലെ അക്രമശ്രമം നടന്നതെന്നാണ്, പ്രതിഷേധമെന്നാണ് അവർ അതിനെ ഓമനപ്പേരിട്ട് വിളിച്ചത്. അക്രമശ്രമം നടന്നതെന്നാണ് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിരുന്നത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. വിമാനത്തിൽ മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിനെ ചോദ്യം ചെയ്യും. ഷാഫി അഡ്മിനായ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഗൂഢാലോചന നടന്നത് എന്ന് വ്യക്തമാക്കുന്ന വാട്സപ്പ് ചാറ്റുകളടക്കം പുറത്തുവരുന്നത് നമ്മൾ കണ്ടതാണ്. അതേസമയം ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ KS ശബരിനാഥനാണ്. ശബരിനാഥന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് അന്വേഷണ സംഘം. വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിമാനത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട ഗ്രൂപ്പിൽ ഗൂഢാലോചന നടന്നതിന്റെ തെളിവുകൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ആസൂത്രണത്തിൽ നേതൃത്വത്തിന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷണ സംഘത്തിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നത്. 2 ദിവസത്തിനകം അന്വേഷണ സംഘം ഷാഫിക്ക് നോട്ടീസ് അയക്കും. അതേസമയം ഗൂഢാലോചനയിൽ പ്രധാന പങ്കുവഹിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ KS ശബരിനാഥന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകി. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ശംഖുമുഖം ACPക്ക് മുൻപാകെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അതേസമയം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പിന്തുണയുമായി K സുധാകരനും VD സതീശനും രംഗത്തെത്തി. ഗൂഢാലോചന ഞാൻ തള്ളുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചൊന്നും അറിയില്ല. സംസാരം എല്ലാം ഗൂഢാലോചനയല്ലല്ലോ. ഗൂഢാലോചനക്ക് അതിൻ്റേതായ ഒരു സാഹചര്യവും സർക്കംസ്റ്റാൻസും സബ്ജക്റ്റും എല്ലാം വേണ്ടേ. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ അതിൻ്റെ അകത്ത്. അത് മാത്രമല്ല, അതിനകത്ത് എന്തെങ്കിലും ഒരു സാങ്കേതിക തിരക്കേടില്ല. സീരിയസ് ആയി എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടാൻ 2 മുദ്രാവാക്യം വിളിക്കാനാണ് ഇവർ കയറിയിരിക്കുന്നത്. അല്ല, അവരെ ആലോചിച്ചിട്ടായിരിക്കും ആ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസിൻ്റെ സമരമല്ല. അതിലെന്താ തെറ്റ്? ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നേതാവായ ഞാനും KPCC പ്രസിഡന്റ് സുധാകരനും പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസ് നടത്തിയൊരു സമരമാണ്. അപ്പോൾ ശബരിനാഥ് ചിലപ്പോൾ ഉണ്ടാവും അതിൻ്റെ അകത്ത്. അല്ലല്ല, ഞങ്ങൾ ആദ്യം തൊട്ടേ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ട്രാൻസ്പോർട്ട് ബസ്സിൽ സമരം ചെയ്താലും തീവണ്ടിയിൽ സമരം ചെയ്താലും നിർത്തിയിട്ടിരിക്കുന്ന വിമാനത്തിൽ സമരം ചെയ്താലും ഒരേപോലെയല്ലേ. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഫോണിൽ പ്രതികളെ ബന്ധപ്പെട്ടതിനും അന്വേഷണ സംഘത്തിന് മുൻപാകെ തെളിവുകളുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഗൂഢാലോചന നടന്ന് അരമണിക്കൂറിന് ശേഷമാണ് പ്രതികൾ വിമാന ടിക്കറ്റ് എടുക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് വിമാനത്തിലെ സംഭവമെന്ന് പ്രതികൾ നേരത്തെ മാധ്യമങ്ങൾക്ക് മുൻപാകെ വ്യക്തമാക്കിയിരുന്നു. കൈരളി ന്യൂസ്, കണ്ണൂർ, തിരുവനന്തപുരം.
ഏതായാലും തെളിവുകളും വാർത്തകളും പുറത്തു വന്നതോടെ പ്രതിപക്ഷ നേതാവ് വളരെ ഭംഗിയായി വാക്കുകൾ മാറ്റി പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അത് അറിഞ്ഞിട്ടുണ്ടാകാം, കാരണം അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമായിരുന്നല്ലോ, അതുകൊണ്ട് അവർ അറിഞ്ഞിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ സംഭവം നടന്നതിന് ശേഷമുള്ള ആദ്യ പ്രതികരണങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് നേതൃത്വമോ ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ തെളിവുകൾ പുറത്തു വന്നതോടെ അന്നെടുത്ത നിലപാട് മാറ്റി പറയാൻ നിർബന്ധിതരാവുകയാണ് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ KPCC അധ്യക്ഷനും. വിമാനത്തിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് EP ജയരാജനെതിരെ കേസെടുക്കേണ്ട എന്ന പോലീസ് റിപ്പോർട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസുകാരുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രി രേഖാമൂലം സഭയെ അറിയിച്ചു. മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ച പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇൻഡിഗോ കമ്പനി സ്വീകരിച്ചത്. ഈ സാഹചര്യത്തിൽ ഇൻഡിഗോയിലുള്ള യാത്ര താൻ അവസാനിപ്പിച്ചതായും EP ജയരാജൻ പറഞ്ഞു. വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണശ്രമത്തിൽ സത്യസന്ധമായ വസ്തുതകൾക്ക് ഘടകവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമായ ആരോപണങ്ങളാണ് കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ ഉന്നയിക്കുന്നത്. ഇവരുടെ പരാതി അടിസ്ഥാനരഹിതമായ സാഹചര്യത്തിൽ EP ജയരാജനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ട ആവശ്യം ഇല്ലെന്നാണ് പോലീസ് റിപ്പോർട്ടെന്ന് ഷാഫി പറമ്പിലിന്റെ ചോദ്യത്തിനുള്ള മറുപടിയായി മുഖ്യമന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. അതേസമയം വിമാനത്തിലെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ആഴ്ചത്തെ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതായി തനിക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് EP ജയരാജൻ വ്യക്തമാക്കി. ഇൻഡിഗോ കമ്പനി യഥാർത്ഥത്തിൽ ഒരു നിയമവിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഏവിയേഷൻ നിയമത്തിന് വിരുദ്ധമാണ് അവരുടെ നടപടികളെല്ലാം. യഥാർത്ഥത്തിൽ ഇൻഡിഗോ പോലുള്ളൊരു കമ്പനി അവരുടെ ഗുരുതരമായ അവരുടെ വീഴ്ചയ്ക്കുള്ള കളങ്കം മുഖ്യമന്ത്രി ആക്രമിച്ചിരുന്നെങ്കിൽ എത്രമാത്രം കളങ്കമായിരിക്കും. അത് സംഭവിക്കാതിരിക്കാൻ ഞാൻ ആ കോറിഡോറിൽ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് അവർക്ക് എത്താൻ കഴിയാതിരുന്നത്. ഇതൊരു വൃത്തികെട്ട കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, നിലവാരമില്ലാത്ത കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. കുറ്റവാളികൾക്ക് നേരെ നടപടിയെടുക്കാനല്ല അവർ താല്പര്യം കാണിച്ചിരിക്കുന്നത്. ഞാൻ നടന്നു പോയാലും ഇവരെ വിമാനത്തിൽ കയറൂല. ഇനി വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനുള്ള നീക്കമാണ് താൻ തടഞ്ഞത്. ആ കമ്പനിയുടെ മാനമാണ് താൻ ഇതിലൂടെ രക്ഷിച്ചത്. പക്ഷേ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇൻഡിഗോ കമ്പനി സ്വീകരിച്ചതെന്നും EP ജയരാജൻ പ്രതികരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. EP ജയരാജനെതിരായ യാത്രാവിലക്ക് വലിയ ചർച്ചയായി മാറുകയും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്യുന്നത് ഇന്ന് നമ്മൾ കണ്ടതാണ്. യാത്രാവിലക്ക് കോൺഗ്രസ് BJP ബന്ധം വ്യക്തമാക്കുന്നതാണെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉറക്കത്തിൽ പോലും BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പറയാതിരിക്കാൻ പ്രത്യേക ഗുളിക കഴിക്കുന്നുണ്ടെന്നും മുഹമ്മദ് റിയാസ് പരിഹസിച്ചു. എത്രത്തോളം BJPയും കോൺഗ്രസും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടി ഒത്തൊരുമിക്കുമെന്നുള്ളതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ആ നിരവധി ഉദാഹരണങ്ങളിലെ ഏറ്റവും പുതിയ ഉദാഹരണമായി നമുക്ക് ഈ സംഭവത്തെ കാണാവുന്നതാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഉറക്കത്തിൽ പോലും BJPക്കെതിരെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടി, ഉറക്കത്തിൽ പോലും കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടി പ്രത്യേക ഗുളിക കഴിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. MM മണിക്കെതിരായ ആക്ഷേപങ്ങളായിരുന്നു ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പൊതുസമൂഹത്തിന് കാണാൻ കഴിഞ്ഞത്. വംശീയമായി അധിക്ഷേപിക്കുകയായിരുന്നു K സുധാകരൻ. മണിയുടേത് ചിമ്പാൻസിയുടെ മുഖമെന്ന് സുധാകരൻ ആക്ഷേപിച്ചു. സ്രഷ്ടാവിനോട് പറയുകയല്ലാതെ മാർഗമില്ലെന്നും K സുധാകരൻ പറഞ്ഞു. ഈ മഹിളാ കോൺഗ്രസ് മാർച്ചിൽ MM മണിയുടെ ഒരു വംശീയ അധിക്ഷേപം ഉണ്ടായിരുന്നു. ചിമ്പാൻസിയുടെ പടത്തില് മണിയുടെ ഫോട്ടോ വെച്ചു. അപ്പോൾ അത് മണിയുടെ ഫോട്ടോ, ചിമ്പാൻസിയുടെ പടത്തിൽ മണിയുടെ ഫോട്ടോ വെച്ചിട്ട് അതിനല്ലേ അദ്ദേഹത്തിന്റെ മുഖം ഒറിജിനൽ അല്ലാണ്ട് കാണിക്കാൻ പറ്റുമോ? ഒറിജിനൽ അല്ലാതെ കാണിക്കാൻ പറ്റുമോ? അതപ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ തീരുമാനിച്ചു സൃഷ്ടാവോട് പറയാന്നല്ലാതെ. ഇതിനകത്ത് ഈ മഹിളാ കോൺഗ്രസ് ഖേദം പ്രകടിപ്പിച്ചു. അതവരെ മാന്യത, അവരെ അന്തസ്സ്, അവരെ തറവാടിത്തം. മണിക്കതൊന്നുമില്ലല്ലോ. ആര് ഇക്കാര്യത്തിൽ ഞാൻ എന്താ ഖേദം പ്രകടിപ്പിക്കേണ്ടത്? ഞാൻ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രമൊന്നും പറഞ്ഞിട്ടല്ലോ. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും KPCC അധ്യക്ഷന് മനമാറ്റമുണ്ടായി. രാവിലെ താൻ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ K സുധാകരൻ കുറച്ചു നേരം മുമ്പ് ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് പറഞ്ഞു. K സുധാകരൻ ഇങ്ങനെയാണ് പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിനിടെ MM മണിയുടെ പരാമർശത്തെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ക്ഷോഭത്തിൽ അധികം ചിന്തിക്കാതെ പ്രതികരിച്ചു പോയതാണ്. മനസ്സിൽ ഉദ്ദേശിച്ചതല്ല പുറത്തു വന്നത്. തെറ്റിനെ തെറ്റായി തന്നെ കണ്ട് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് സുധാകരൻ അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ എഴുതി. അതായത് രാവിലെ ഉണ്ടാകാതെ പോയ തിരിച്ചറിവ് വൈകുന്നേരം ലഭിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ മറ്റു നിൽക്കക്കള്ളിയില്ലാതെ
ഖേദം പ്രകടിപ്പിച്ചതാണോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഏതായാലും സുധാകരൻ ഇത്രയധികം പരാമർശങ്ങൾ എം മണിക്കെതിരെ പറഞ്ഞിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ, ചലനങ്ങൾ നമ്മുടെ മാധ്യമ ലോകം നടത്തിയോ എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മറിച്ച് മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്ന് നേരെ തിരിച്ചായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം വന്നിരുന്നതെങ്കിൽ എത്രമാത്രം വലിയ കോലാഹലമാകും അവർ സൃഷ്ടിക്കുക എന്നതും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്, ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. എം മണിക്കെതിരെ വംശീയ അധിക്ഷേപവുമായി മഹിളാ കോൺഗ്രസും രംഗത്ത് വന്നിരുന്ന ചിമ്പാൻസിയുടെ ചിത്രത്തിൽ എം മണിയുടെ തല വെട്ടിയൊട്ടിച്ചായിരുന്നു അവർ പ്രതിഷേധം നടത്തിയത്. മാധ്യമങ്ങൾ ചിത്രം ചർച്ചയാക്കിയതോടെ പൊടുന്നനെ ആ ചിത്രം അവർ പിൻവലിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ നിയമസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയിലാണ് എം മണിക്കെതിരെ വംശീയ അധിക്ഷേപവുമായി മഹിളാ കോൺഗ്രസ് രംഗത്തെത്തിയത്. ചിമ്പാൻസിയുടെ ചിത്രത്തിൽ എം മണിയുടെ തല വെട്ടിയൊട്ടിച്ചായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത്. ആൾക്കുരങ്ങിന്റെ ഉടലും എം മണിയുടെ ചിത്രവും, ആൾക്കുരങ്ങിന്റെ ഉടലിൽ തുടലുകൊണ്ട് ബന്ധിച്ച നിലയിലായിരുന്നു എം മണിയുടെ ചിത്രം. പ്രതിഷേധ പരിപാടി മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതോടെ വംശീയ അധിക്ഷേപം ഉള്ളടക്കമുള്ള ചിത്രം മഹിളാ കോൺഗ്രസ് പിന്നീട് പിൻവലിച്ചു. അതുപോലെ ചെയ്തു എന്ന് നമുക്ക് അവകാശമില്ല. നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകും. അല്ല, ഈ ചിമ്പാൻസിയുടെ പടം വെക്കാനുണ്ടായ ഒരു ചേതോവികാരം എന്താണ്? മഹിളാ ചേതാവികാരം എല്ലാ സ്ത്രീകളെയും അപമാനിക്കുകയും ഓടി നടന്ന് അപമാനിക്കുകയും ഒരു തരത്തിലും നിയന്ത്രണമില്ലാതെ ഓടി നടന്ന് അപമാനിക്കുകയും. അത് ചിമ്പാൻസിയായിട്ട് എന്താ ബന്ധം എന്നുള്ളതാണ്? അത് അത്രയും തൊലിക്കെട്ടിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയും എല്ലാവരും പറയുന്ന നാടൻ ഭാഷ, നമുക്ക് നാടൻ ഭാഷ ധാരാളം കേട്ടിട്ടുള്ള എം മണിയുടെ നിറത്തെ അധിക്ഷേപിച്ച് മുമ്പും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. കറുത്ത നിറത്തോടുള്ള അവജ്ഞയും അവഗണനയുമാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടിയിൽ നിറഞ്ഞു നിന്നതെന്നത് വ്യക്തം. നിറത്തിന്റെ പേരിൽ നടക്കുന്ന വിവേചനങ്ങളെ ലോകമെമ്പാടുമുള്ള പരിഷ്കൃത സമൂഹം തള്ളിപ്പറയുന്ന കാലത്താണ് മഹിളാ കോൺഗ്രസുകാർ പ്രാകൃത നിലയിലുള്ള പ്രതിഷേധം നടത്തിയതെന്നത് ഗൗരവതരമാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. എം മണി അധിക്ഷേപിച്ച് തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പരിപാടിയെ ന്യായീകരിച്ച സുധാകരൻ പിന്തുടരുന്നത് ഏത് പ്രത്യയശാസ്ത്രമാണെന്ന് വ്യക്തമാക്കുന്നതാണെന്നും ഇത് കോൺഗ്രസിനെ എവിടെ എത്തിക്കുമെന്ന് ആലോചിക്കണമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. സഖാവ് മണിയാശാനെ ചിമ്പാൻസിയോടല്ലാതെ മറ്റെന്തിനോടാണ് ഉപമിക്കുക എന്ന് പരസ്യമായി KPCC പ്രസിഡന്റ് പറയുന്ന വീഡിയോ കണ്ടു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ ഏറ്റവും ഉയർന്ന നേതാവാണ്. അദ്ദേഹം പിന്തുടരുന്നത് ഏത് പ്രത്യയശാസ്ത്രത്തെയാണ് എന്നുള്ളത് ഇത്ര വലിയൊരു ഉദാഹരണമായി നമുക്ക് പറയാൻ മറ്റൊരു കാര്യമുണ്ടാകില്ല. പ്രധാനപ്പെട്ട നിരവധി വാർത്തകളുണ്ട്. വളരെ വേഗം തിരികെ വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കിഫ്ബിയിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നാളെ ഹാജരാകില്ലെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക്. കേസിൽ ED നോട്ടീസ് അയച്ചതായി തോമസ് ഐസക് സ്ഥിരീകരിച്ചു. തുടർ നടപടി പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. കിഫ്ബിയിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് തോമസ് ഐസക്കിനുള്ള ED നിർദ്ദേശം. എന്നാൽ EDക്ക് മുമ്പാകെ ഹാജരാകില്ലെന്നും EMS അക്കാഡമിയിൽ ക്ലാസ് ഉണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു. അപ്പോൾ BJPക്ക് കേരളം ലക്ഷ്യമിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവണം. അതിനെ ഒന്നൊരു അന്തരീക്ഷം ഒരുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം കിഫ്ബിക്കെതിരായിട്ട് നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ ഒരു അർത്ഥമില്ലാത്ത കാര്യം, ഒരു വർഷം ഇലക്ഷൻ വരുടെ കൊണ്ടാടിയത് വീണ്ടും എടുത്തുകൊണ്ട് വന്നിരിക്കുക പൊടി തട്ടി. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് തന്നെ ഇതിനെ തുറന്ന് കാണിച്ച് നേരിടേണ്ടി. ഇന്ന് അറിയിപ്പ് ഇട്ടിട്ട് നാളെ ചെല്ലാൻ പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ 3 ക്ലാസ് നാളെ എടുക്കാണ്ട് സംസ്ഥാനത്തെ എല്ലാ ഭാഗത്തും വന്ന സഹാക്കളാണ്. അത് നിർത്തി പോകാൻ പറ്റുമോ? അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് എന്താ, പാർട്ടി ചർച്ചയിൽ തീരുമാനിക്കും. റിസർവ് ബാങ്ക് ഇതുവരെ കാണാത്ത ഫെമ ലംഘനമാണ് ED കഴിഞ്ഞ 2 വർഷമായി കണ്ടെത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും തോമസ് ഐസക് പറയുന്നു. 2 വർഷം മുമ്പ് ED മാത്രമല്ല, ഇൻകം ടാക്സും പിന്നെ CAG റിപ്പോർട്ടും എല്ലാം വെച്ച് പരിശോധിച്ച കാര്യമല്ലേ കിഫ്ബിയുടേത്. അതിനുശേഷം എന്താ പുതിയതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നുണ്ട്. FS നരിമാൻ്റെ നിയമോപദേശം ഈ കാര്യങ്ങളിൽ എടുത്തു. കേരളത്തിൽ ചെയ്ത കാര്യങ്ങളിൽ നിയമപരമായിട്ട് ഒരു തെറ്റുമില്ലെന്ന്. സോ നിയമപരമായിട്ട് നേരിടുന്നതിന് ഈ കോടതിയിൽ അല്ലെങ്കിൽ അപ്പുറത്തെ കോടതിയിൽ വേണമെങ്കിൽ പോകും. BJPയുടെ രാഷ്ട്രീയ ചട്ടുകമായി ED അധപ്പതിച്ചിട്ട് ഏതാനും വർഷങ്ങളായെന്നും EDയുടെ നീക്കത്തിനെതിരെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവതരമായ മറ്റൊരു വാർത്തകളിലൊന്ന്, സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ്.
വലിയ ജാഗ്രത സംസ്ഥാനം ഈ വിഷയത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ സ്വദേശിക്കാണ് ഇത്തവണ രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇതോടെ സംസ്ഥാനത്ത് മങ്കി പോക്സ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2ആയി. നേരത്തെ കൊല്ലം സ്വദേശിക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ പുറകെയാണ് ഇപ്പോൾ ഒരു കണ്ണൂർ സ്വദേശിക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും വിദേശ രാജ്യത്തു നിന്ന് വന്നവരാണ്. അത്തരത്തിൽ ട്രാവൽ ഹിസ്റ്ററി ഉള്ളവരാണ്. ആശങ്കകൾ ഇപ്പോൾ വേണ്ട എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. നമുക്ക് ഈ വാർത്തയുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ നോക്കാം. ഈ മാസം 13-ന് ദുബായിൽ നിന്നാണ് കണ്ണൂർ സ്വദേശിയായ 31-കാരൻ സംസ്ഥാനത്തെത്തിയത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇയാളെ നിരീക്ഷണത്തിലാക്കിയിരുന്നു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലത്തിലാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇദ്ദേഹവുമായി അടുത്ത സമ്പർക്കത്തിലുള്ളവരെ നിരീക്ഷണത്തിലാക്കി. ആദ്യം രോഗം സ്ഥിരീകരിച്ച കൊല്ലം സ്വദേശിയുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ്. മങ്കി പോക്സ് രോഗനിർണയത്തിനുള്ള സംവിധാനം സംസ്ഥാനത്തെ ലാബുകളിൽ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. കോവിഡ് RT-PCR പരിശോധന നടത്താൻ കഴിയുന്ന 28 സർക്കാർ ലാബുകളാണ് സംസ്ഥാനത്തുള്ളത്. ആദ്യഘട്ടമായി NIV പൂനെയിൽ നിന്നും ആലപ്പുഴ NIVയിൽ ടെസ്റ്റ് കിറ്റുകൾ അടിയന്തരമായി ലഭ്യമാക്കി പരിശോധനകൾ ആരംഭിക്കാനാണ് തീരുമാനം. സംസ്ഥാനത്തെ സാഹചര്യം കേന്ദ്ര സംഘം ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി. കേരളം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംഘം തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗനിരീക്ഷണത്തിനും മാനേജ്മെന്റിനുമായുള്ള മാർഗരേഖയും ആരോഗ്യവകുപ്പ് തയ്യാറാക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. രണ്ടുപേർക്ക് കുരങ്ങുപനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനത്ത് വലിയ ജാഗ്രതയാണ് പുലർത്തുന്നത്. എല്ലാവിധ നിരീക്ഷണങ്ങളും നടത്തണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. വിദേശത്തു നിന്നെത്തുന്ന എല്ലാവരെയും നിരീക്ഷിക്കണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിമാനത്താവളങ്ങളിൽ നിരീക്ഷണ സംവിധാനം ഉറപ്പാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവമായി നിൽക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഫോറൻസിക് പരിശോധനയൊക്കെ നടന്നത് നമ്മൾ കണ്ടതാണ്. മെമ്മറി കാർഡിൻ്റെ അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ വന്നത് കണ്ടതാണ്. അതിന് തുടർച്ച വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതി ഈ വെള്ളിയാഴ്ച വരെ സമയം അനുവദിച്ചിരിക്കുകയാണ്. 3 ആഴ്ച സമയമായിരുന്നു ക്രൈംബ്രാഞ്ച് ചോദിച്ചിരുന്നത്. പക്ഷേ ഇതിന് വെള്ളിയാഴ്ച വരെ സമയം നൽകിക്കൊണ്ട് ഈ കേസ് ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ച് തീർപ്പാക്കിയിരിക്കുകയാണ്. അന്തിമ റിപ്പോർട്ട് തയ്യാറാണെന്നും ബൈൻഡിംഗ് പൂർത്തിയാക്കിയാൽ ഉടൻ സമർപ്പിക്കാൻ തയ്യാറാണെന്നും ക്രൈംബ്രാഞ്ചും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മെമ്മറി കാർഡിന്റെ ഫോറൻസിക് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലും മുൻ DGP ശ്രീലേഖയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലും വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്രൈംബ്രാഞ്ച് സാവകാശം തേടി ഹർജി നൽകിയിരുന്നത്. 3 ആഴ്ച കൂടി സാവകാശം വേണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഈ വെള്ളിയാഴ്ച വരെ മാത്രം സമയം നീട്ടി നൽകി ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ശ്രീലേഖയുടെ ആരോപണത്തിന് തുടരന്വേഷണവുമായി എന്തു ബന്ധമെന്ന് കോടതി ആരാഞ്ഞു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി നടക്കുന്ന തുടരന്വേഷണത്തെ മുൻ DGP ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ ബാധിക്കുന്നില്ലെന്നും രണ്ടും രണ്ടാണെന്നും കോടതി വ്യക്തമാക്കി. തുടരന്വേഷണത്തിന് സമയം നീട്ടി നൽകണമെന്നും ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ കൂടി അന്വേഷിക്കണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടു. കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന അതിജീവിതയുടെ ആവശ്യം കോടതി കണക്കിലെടുത്തില്ല. കൈരളി ന്യൂസ്, കൊച്ചി. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എപ്പോഴും അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയ ചില ഡെവലപ്മെന്റ്സ് വന്നത് അഡ്വക്കേറ്റ് അജകുമാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരിക്കുകയാണ്. നടി ആവശ്യപ്പെട്ട പ്രകാരം തന്നെയാണ് അജകുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് സുനിൽകുമാർ അഡീഷണൽ പ്രോസിക്യൂട്ടറാകും. ഇത് സംബന്ധിച്ച ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു. തമിഴ്നാട് കല്ലാക്കുറിശ്ശിയിൽ ഇന്നലെ ഉണ്ടായ വലിയ സംഘർഷം നമ്മളെല്ലാവരും കണ്ടതാണ്. നിരവധി വാഹനങ്ങളടക്കം കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് വലിയ സംഘർഷങ്ങളിലേക്ക് തമിഴ്നാട് പോയത്, കല്ലാക്കുറിശ്ശി പോയത്. എന്നാൽ ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ, ഈ സംഘർഷങ്ങളൊക്കെ ആസൂത്രിതമായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളും തെളിവുകളും വാർത്തകളുമാണ് തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. കല്ലാക്കുറിശ്ശിയിലെ +2 വിദ്യാർത്ഥിയുടെ മരണത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടലുമുണ്ടായി. മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താൻ കോടതി അനുവദിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന അക്രമം ആസൂത്രിതമാണെന്നും കോടതി നിരീക്ഷിച്ചു. സംഭവത്തിൽ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 328 പേരാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. ഈ അറസ്റ്റിലായവരിൽ അണ്ണാഡിഎംകെയുടെ IT സെൽ അംഗങ്ങൾ ഉൾപ്പെടെയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതായത് ഈ വിഷയം മുൻനിർത്തി സമൂഹത്തിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതകളും കലാപസമാനമായ അന്തരീക്ഷവും സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്നത്. ആ വിഷയത്തിലാണ് BJP ജില്ലാ പ്രസിഡന്റ് അടക്കം അറസ്റ്റിലായിരിക്കുന്നത്. വീണ്ടും
വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താൻ നിർദ്ദേശിച്ച മദ്രാസ് ഹൈക്കോടതി ആവശ്യമെങ്കിൽ പിതാവിനും അഭിഭാഷകനും സാക്ഷിയാവാമെന്നും ഉത്തരവിട്ടു. സംസ്കാരം വേഗത്തിൽ നടത്തണം. സുരക്ഷ ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തോട് നിർദ്ദേശിച്ചു. അക്രമ സംഭവങ്ങൾ ആസൂത്രിതമാണ്. ഇത് തടയാൻ സർക്കാരിനു കഴിഞ്ഞില്ല. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം. ക്യാമ്പസിലെ മരണങ്ങൾ CBCID നേരിട്ട് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ശിവശങ്കർ, സെക്രട്ടറി ശാന്തി, അധ്യാപിക കൃതിക, സ്കൂൾ രക്ഷാധികാരിയും BJP ജില്ലാ വൈസ് പ്രസിഡന്റുമായ രവികുമാർ എന്നിവർ അറസ്റ്റിലായി. അക്രമ സംഭവങ്ങളിൽ അണ്ണാ-DMKയുടെ 2 IT ജീവനക്കാരുൾപ്പെടെ 328 പേർ അറസ്റ്റിലായി. തമിഴ്നാട് DGPയും ആഭ്യന്തര സെക്രട്ടറിയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അൽപിൽ മഹേഷ് പൊയ്യാമൊഴി, പൊതുമരാമത്ത് മന്ത്രി AV വേലു എന്നിവരോടും കല്ലാക്കുറിച്ചിയിലേക്ക് തിരിക്കാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർദ്ദേശം നൽകി. തമിഴ്നാട്ടിലെ സമീപകാല ചരിത്രത്തിലെ വലിയ കൊള്ളിവെപ്പും അക്രമവുമാണ് കല്ലക്കുറിച്ചിയിൽ നടന്നത്. 500 പോലീസ് കമാൻഡോകൾ ഉൾപ്പെടെ 1500 പോലീസുകാരെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന ആരോപണമുയർന്നതോടെ അക്രമം ദേശീയ തലത്തിൽ ചർച്ചയാവുകയാണ്. കല്ലക്കുറിച്ചിയിൽ നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്, കൈരളി ന്യൂസ്. പ്രേക്ഷകർ തുടരുക. വളരെ വേഗം തിരികെ വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. 9 PM തുടരുകയാണ്. ഒരു ദൃശ്യം കാണാം. ഇനി നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ്. അതോടൊപ്പം തന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. ആക്രമിക്കാൻ പാഞ്ഞെടുത്ത കാട്ടാനയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായി ഒരു യുവാവ് രക്ഷപ്പെടുന്ന കാഴ്ചയാണ്. തൃശൂർ കൊരട്ടി അന്നമനട സ്വദേശി ഡാക്സന്റെ മുന്നിലാണ് ആന എത്തിയതും പിന്നീട് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ആ ദൃശ്യങ്ങൾ. തൃശൂർ വാൽപ്പാറയിലാണ് സംഭവം. ഗോകുൽ ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ഗോകുൽ, ആ ദൃശ്യങ്ങളിൽ കാണാം ആന മുന്നിലെത്തുകയും പിന്നീട് മടങ്ങിപ്പോവുകയും ചെയ്യുന്നത്. അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് സംഭവിച്ചിരിക്കുന്നത്. ഗോകുൽ, ആ വിശദാംശങ്ങൾ എന്താണ് ആ ദൃശ്യങ്ങളുടെ? തീർച്ചയായും കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. തൃശൂർ വാൽപ്പാറയിൽ ഇത്തരത്തിൽ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ഒരു ജോലിക്കായി എത്തിയതായിരുന്നു ഈ അന്നമനട സ്വദേശി ഡാക്സൺ. ഇതിനുശേഷം ഈ ജോലിക്ക് ശേഷം വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വഴിയിൽ വെച്ച് ആന ഡാക്സന്റെ അതായത് മുന്നിൽ വന്നു, ഒരു വാഹനത്തിന് മുന്നിൽ വന്നു. എന്നാൽ അല്പസംയമനം പാലിച്ചുകൊണ്ട് തന്നെ ആ യുവാവ് വാഹനം നിർത്തി അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ആന ഒന്ന് അടുത്തേക്ക് വരുമ്പോഴും അദ്ദേഹം ഇറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഓടുകയോ ചെയ്യുകയല്ല, ധൈര്യം സംഭരിച്ച് തന്നെ അവിടെ നിൽക്കുകയായിരുന്നു. ആന വന്ന് വാഹനത്തിൽ തട്ടി അല്ലെങ്കിൽ തൊട്ടതിന് ശേഷം തന്നെ തിരിച്ച് മടങ്ങി. അതായത് യാതൊരു തരത്തിലുള്ള പ്രശ്നമോ ആന ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് യുവാവിന്റെ ആത്മധൈര്യം നമ്മൾ എടുത്ത് കാണേണ്ടതാണ്. കാരണം ആന ഇത്തരത്തിലൊരു കാട്ടാനയൊക്കെ മുന്നിൽ വരുമ്പോൾ വളരെയധികം ഭയന്ന് ഓടുകയാണ് സാധാരണ ആളുകൾ ചെയ്യുക. പക്ഷെ വളരെയധികം ധൈര്യത്തോടുകൂടി തന്നെ അവിടെ നിന്ന് ആ ഒരു കാര്യത്തെ നേരിട്ടു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ തന്നെ ആനയും ഇത്തരത്തിൽ തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കാതെ ആ വഴി കടന്നു പോവുകയും ചെയ്തു. ഈ വാൽപ്പാറയിൽ ഇത്തരത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ വാൽപ്പാറ അതിരപ്പള്ളി വഴിയിലെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. മനു, ശരി. ഗോകുലാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യം വളരെ പ്രാധാന്യത്തോടെ കണ്ട ഒരു വാർത്ത കടന്നുപോയ ദിവസം കൂടിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പായിരുന്നു ഇന്ന്. ആ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഫലപ്രഖ്യാപനം 21-ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെല്ലാം വോട്ട് ചെയ്തു. അതേസമയം ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് മാത്രമല്ല എന്നായിരുന്നു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ യശ്വന്ത് സിൻഹയുടെ പ്രതികരണം വന്നത്. നമുക്ക് നോക്കാം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത. कि इसी समय राष्ट्रपति पद और उपराष्ट्रपति पद के चुनाव हो रहे हैं. പാർലമെന്റ് മന്ദിരത്തിലെ 63-ാം നമ്പർ പോളിംഗ് ബൂത്തിലെത്തി പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരിൽ ഭൂരിഭാഗം പേരും രാവിലെ തന്നെ വോട്ട് ചെയ്തു. ഉച്ചയ്ക്ക് മുൻപ് മറ്റ് പാർട്ടികളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളും എത്തി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വീൽ ചെയറിലെത്തിയായിരുന്നു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് വോട്ട് ചെയ്തത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളും രാവിലെ തന്നെ വോട്ട് ചെയ്തു. കോവിഡ് ബാധിച്ച് ചികിത്സയിലായതിനാൽ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും VK സിംഗും PPE കിറ്റ് ധരിച്ചെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 2 BSP അംഗങ്ങളും ശിവസേന SP അംഗങ്ങളും ഉൾപ്പെടെ 6 പേർ വോട്ട് ചെയ്യാനെത്തിയില്ല.
776 പാർലമെന്റ് അംഗങ്ങളും 4033 നിയമസഭാ അംഗങ്ങളും ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. NDA സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന് വലിയ പിന്തുണ കിട്ടുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. 42.3% വോട്ടാണ് BJPക്കുള്ളത്. JDU, അണ്ണാ DMK, BJD, BSP, ശിവസേന, JMM പാർട്ടികൾ കൂടി പിന്തുണ നൽകുമ്പോൾ 62% വോട്ടായി. ദ്രൗപദി മുർമുവിന് പിന്തുണ നൽകുമെന്ന് നേരത്തെ മമതാ ബാനർജിയും സൂചന നൽകിയിരുന്നു. സമാജ്വാദി പാർട്ടിയിൽ നിന്നും വോട്ടുകൾ മറിഞ്ഞേക്കാം. ഇതൊരു രാഷ്ട്രീയ മത്സരം മാത്രമല്ലെന്നും കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള മത്സരം കൂടിയാണെന്നും പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹ പ്രതികരിച്ചു. സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് അംഗങ്ങൾ വോട്ട് ചെയ്യണമെന്നും യശ്വന്ത് സിൻഹ ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ 140 നിയമസഭാ അംഗങ്ങളും വോട്ട് ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായക് ഉൾപ്പെടെയുള്ളവരെല്ലാം ഉച്ചയ്ക്ക് മുൻപ് തന്നെ വോട്ട് രേഖപ്പെടുത്തി. 21-നാണ് ഫലപ്രഖ്യാപനം. PR സുനിൽ, കൈരളി ന്യൂസ്, ദില്ലി. രാഷ്ട്രപതി സ്ഥാനാർത്ഥി വോട്ടെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജഗദീപ് ധൻഖർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ലോക്സഭാ സെക്രട്ടറി ജനറൽ മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഉൾപ്പെടെയുള്ളവരും ഒപ്പമുണ്ടായിരുന്നു. ജഗദീപ് ധൻഖർ ഇന്നലെ ബംഗാൾ ഗവർണർ സ്ഥാനം രാജിവെച്ചിരുന്നു. മണിപ്പൂർ ഗവർണർക്കാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി മാർഗ്രറ്റ് ആൽവ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാളെയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അടുത്ത മാസം 6-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുക. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നിന്നുള്ള 140 MLA-മാരും വോട്ട് ചെയ്തു. നിയമസഭാ സമുച്ചയത്തിലെ ബൂത്തിലായിരുന്നു MLA-മാർ വോട്ട് രേഖപ്പെടുത്തിയത്. പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായ യശ്വന്ത് സിൻഹയ്ക്കാണ് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ വോട്ടുകളും ലഭിക്കേണ്ടത്. തിരുനെൽവേലി MP G ജ്ഞാനതിരുവിയവും ഉത്തർപ്രദേശിലെ സേവാപൂരി MLA നീൽ രത്തൻ സിംഗും കേരള നിയമസഭയിലാണ് വോട്ട് ചെയ്തത്. കോവിഡ് ബാധിതനായ ജ്ഞാനതിരുവിയം PPE കിറ്റ് അണിഞ്ഞാണ് വോട്ട് ചെയ്യാനെത്തിയത്. പാലക്കാട് ചികിത്സയിലായിരുന്ന UP MLA അവിടെ നിന്നാണ് വോട്ട് ചെയ്യാനെത്തിയത്. വീൽ ചെയറിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് NIA അന്വേഷണം തുടരുമെന്ന് കേന്ദ്ര സർക്കാർ. അടൂർ പ്രകാശ് MPക്ക് നൽകിയ മറുപടിയിലാണ് ധനകാര്യ സഹമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ NIA അന്വേഷണം തുടരുമെന്നും മറുപടി നൽകി. വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയോദ്യാനങ്ങൾക്കും ചുറ്റുമായുള്ള പരിസ്ഥിതി ലോല മേഖലകൾ നിശ്ചയിക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ ശുപാർശകൾ പരിഗണിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി സഹമന്ത്രി അശ്വിനി കുമാർ ചൗബെ. കേരളത്തിന്റെ നിവേദനം ലഭിച്ചിട്ടുണ്ട്. കരട് ശുപാർശകൾ പരിഗണിച്ചായിരിക്കും അന്തിമ വിജ്ഞാപനം പുറത്തിറക്കുക. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല മേഖലയായി 56,825 ചതുരശ്ര കിലോമീറ്റർ നിശ്ചയിച്ച കരട് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. ഇളവിനായുള്ള ശുപാർശയിൽ സുപ്രീം കോടതിയാണ് അന്തിമ തീരുമാനമെടുക്കുകയെന്നും വനം പരിസ്ഥിതി സഹമന്ത്രി വ്യക്തമാക്കി. GST, അഗ്നിപഥ വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ ആദ്യ ദിനം തടസ്സപ്പെട്ടു പാർലമെന്റ്. ബഹളത്തെ തുടർന്ന് രാജ്യസഭ നാളത്തേക്ക് പിരിഞ്ഞു. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയായിരുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശത്രുഘ്ൻ സിൻഹ, രാജ്യസഭയിൽ കപിൽ സിബൽ, രൺദീപ് സുർജേവാല, പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെയുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്തു. കഴിഞ്ഞ സമ്മേളനകാലത്തിന് ശേഷം അന്തരിച്ച അംഗങ്ങൾക്കും മുൻ അംഗങ്ങൾക്കും ഇരുസഭകളും അനുശോചനം രേഖപ്പെടുത്തി. GST, നിരക്ക് വർധന, അഗ്നിപഥ് തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചയാവശ്യപ്പെട്ട് പിന്നീട് പ്രതിപക്ഷം എഴുന്നേറ്റതോടെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. രാജ്യസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കും അംഗങ്ങൾ ചോദ്യം ചെയ്തു. GST ചർച്ചയാവശ്യപ്പെട്ട് ലോക്സഭയിൽ അംഗങ്ങൾ എഴുന്നേറ്റതോടെ ഇന്ന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉത്സവമാണെന്നും ഒരു നോട്ടീസും അംഗീകരിക്കില്ല എന്നും സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി. തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെച്ചു. ഇന്ധന വിലക്കയറ്റം, GST, അഗ്നിപഥ് വിഷയങ്ങളൊക്കെ ഇരുസഭകളിലും നാളെയും ശക്തമായി ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. PR സുനിൽ, കൈരളി ന്യൂസ്, ദില്ലി. നമ്മുടെ പ്രവാസികളെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന വിഷയങ്ങളിലൊന്നാണ് ഈ അവധിക്കാലത്ത് കേരളത്തിലേക്കുള്ള വിമാനയാത്രക്കൂലി ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിക്കുന്നത്. അവധിക്കാലം മാത്രമല്ല, മറ്റ് വിശേഷ അവസരങ്ങളിലൊക്കെ കേരളത്തിലേക്ക് വിമാനക്കൂലി കൂട്ടുന്നത് പതിവാണ്. വിമാന കമ്പനികളുടെ കേരളത്തിലേക്കുള്ള പ്രവാസികളെ കൊള്ളയടിക്കുകയാണ് അവരുടെ സ്ഥിരം പതിവ്. ഈ വിഷയത്തിൽ സ്വാഭാവികമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക കേന്ദ്ര സർക്കാരിനാണ്. കാരണം കേന്ദ്രത്തിൻ്റെ കീഴിലാണല്ലോ വ്യോമയാന മന്ത്രാലയം എല്ലാം വരുന്നത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, വിമാനയാത്രക്കൂലി കുറയ്ക്കുന്നതിന് ഇടപെടാൻ കഴിയുമോ എന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദ്യം വരികയുണ്ടായി. പക്ഷേ വിമാനയാത്രാക്കൂലി വർദ്ധിക്കുന്നത് തടയാൻ തൽക്കാലം ഇടപെടാനാകില്ല എന്ന മറുപടിയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ
നൽകിയിരിക്കുന്നത്. വിമാനയാത്രാക്കൂലി കുത്തനെ ഉയരുന്നത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് MP നൽകിയ കത്തിനാണ് കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ മറുപടി. കോവിഡിന് ശേഷം കേരളത്തിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും ഇടയിലുള്ള വിമാനയാത്രാക്കൂലി 300% മുതൽ 600% വരെ കൂട്ടിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് ജോൺ ബ്രിട്ടാസ് കത്തയച്ചത്. വിമാനയാത്രാക്കൂലി നിശ്ചയിക്കുന്നത് വിമാന കമ്പനികളാണെന്നും ഇതിൽ സർക്കാരിന് ഇടപെടാനാകില്ലെന്നുമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി. ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറിന് ആശ്വാസം. സുബൈറിനെതിരെ കൂടുതൽ നടപടികൾ എടുക്കുന്നതിൽ നിന്ന് പോലീസിനെ വിലക്കി സുപ്രീം കോടതി. ഒരു കേസിൽ ജാമ്യം ലഭിക്കുമ്പോൾ മറ്റു കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന പ്രവണത തുടരുകയാണെന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. മുഹമ്മദ് സുബൈറിനെതിരെ കൂടുതൽ നടപടിയെടുക്കുന്നതിൽ നിന്ന് ഉത്തർപ്രദേശ് പോലീസിനെ വിലക്കി സുപ്രീം കോടതി. ജൂലൈ 20 വരെ ഒരു നടപടിയും എടുക്കരുതെന്നാണ് കോടതി ഉത്തരവ്. ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 5 കേസുകളിലാണ് കൂടുതൽ നടപടികൾക്ക് വിലക്ക്. ജാമ്യം അനുവദിക്കണമെന്ന സുബൈറിന്റെ ആവശ്യത്തിൽ മറ്റന്നാൾ തീരുമാനമെടുക്കുമെന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ട്വീറ്റുകൾ ചൂണ്ടിക്കാട്ടി മുഹമ്മദ് സുബൈറിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ ഉള്ളടക്കം ഏറെക്കുറെ സമാനമാണെന്നും കോടതി നിരീക്ഷിച്ചു. ലഖിംപൂർ കേരി, സീതാപൂർ, ഗാസിയാബാദ്, മുസഫർനഗർ, ഹാത്രസ് എന്നിവിടങ്ങളിലായി രജിസ്റ്റർ ചെയ്ത FIRകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുബൈർ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നടപടി. ഇടക്കാല പരിരക്ഷ ലഭിച്ചതോടെ ഇതിനോടകം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയില്ല. ഹർജിയിൽ UP സർക്കാരിന് നോട്ടീസ് അയച്ച സുപ്രീം കോടതി ഹർജിയിൽ മറ്റന്നാൾ വിശദമായ വാദം കേൾക്കുമെന്നും വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി. വേഗം തിരികെ വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വലിയ വിലക്കയറ്റത്തിലും പണപ്പെരുപ്പത്തിലുമൊക്കെ രാജ്യം സാധാരണക്കാർ വീർപ്പുമുട്ടുമ്പോഴാണ് പുതുക്കിയ GST നിരക്കുകൾ നിലവിൽ വന്നിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ വയറ്റത്തടിച്ചുകൊണ്ടാണ് പുതിയ നിരക്കുകൾ വന്നിരിക്കുന്നത്. അരിക്ക് വരെ വില കൂടുന്ന സാഹചര്യത്തിലേക്ക്, അരിക്കും പാലുൽപ്പന്നങ്ങൾക്കും പയറുൽപ്പന്നങ്ങൾക്കും ഒക്കെ വില കൂടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഈ പുതിയ GST നിരക്കുകൾ ഇന്നു മുതൽ നിലവിൽ വന്നു. അരിയും ഗോതമ്പും പാലും അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ കുത്തനെ വില കൂടും. ചില്ലറയായി വിൽക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് GST ബാധകമല്ലെന്ന് GST വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ GST ചുമത്തിയതോടെ അരിയും ഗോതമ്പും പാലുമടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുത്തനെ കൂടും. ഇത് വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങളെ വീണ്ടും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടും. ജൂണിൽ ജനറൽ കൗൺസിൽ യോഗത്തിലാണ് നിത്യോപയോഗ സാധനങ്ങൾക്ക് GST ചുമത്താൻ തീരുമാനിച്ചത്. പ്രധാനമായും പാക്കറ്റിലുള്ളവ വാങ്ങുന്നവരെയാണ് വിലക്കയറ്റം ബാധിക്കുക. 5, 12, 18 എന്നീ സ്ലാബുകളിലാണ് നിരക്കുയർത്തിയത്. അരി ഉൾപ്പെടെയുള്ളവയുടെ പാക്കറ്റ് ഉൽപ്പന്നങ്ങൾക്കാണ് വിലവർധനവ് ബാധകമെന്ന് GST വകുപ്പ് അറിയിച്ചു. പാക്കറ്റിലല്ലാതെ തൂക്കി വിൽക്കുന്ന അരിക്ക് വിലവർധനവ് ബാധകമല്ല. തൈര്, മോര്, സംഭാരം എന്നിവയുടെ 1/2 ലിറ്റർ പാക്കറ്റിന് 3 രൂപ വരെ വർദ്ധിക്കും. അരി, ഗോതമ്പ് പോലുള്ള സാധനങ്ങൾക്ക് 1.5 രൂപ മുതൽ 2 രൂപ വരെയാണ് നികുതി ഇനത്തിൽ വർദ്ധിക്കുക. പയർ പോലുള്ള ധാന്യങ്ങൾക്ക് 100 രൂപയാണ് വിലയെങ്കിൽ 5 രൂപ ടാക്സ് നൽകേണ്ടി വരും. തേൻ, ശർക്കര എന്നിവയ്ക്കും വില കൂടും. രാജ്യത്ത് 5 വർഷങ്ങൾക്ക് മുമ്പ് GST പ്രാബല്യത്തിൽ വന്നപ്പോൾ അരി, പച്ചക്കറി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. രാജ്യത്ത് മൊത്തവില സൂചിക പ്രകാരമുള്ള വിലക്കയറ്റ തോത് 15% മുകളിലാണ്. വരും മാസങ്ങളിൽ വിലക്കയറ്റ തോത് വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കുന്നതാണ് GST കൗൺസിൽ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി. ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു രാജ്യത്ത് GST എന്നൊരു ആലോചനയ്ക്ക് കാര്യങ്ങൾ എത്തി നിന്നത്. പക്ഷേ അത് അവതരിപ്പിച്ച രീതി ശരിയായില്ല. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ സംസ്ഥാനങ്ങൾക്കും സാധാരണക്കാർക്കും ഒക്കെ നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. GST വന്നപ്പോൾ ലഭിക്കേണ്ട ഗുണം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമായില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വ്യാജ ബില്ലുകൾ വെച്ച് തട്ടിപ്പ് നടത്തി കേരളത്തിന് നഷ്ടം വീണ്ടും വർദ്ധിപ്പിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. പൊതുവിൽ GST കൗൺസിൽ വന്ന പൊതുസങ്കല്പത്തിലല്ല കാര്യങ്ങൾ വന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനങ്ങളാകെ വല്ലാത്ത പ്രതിഷേധം അക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മളും ഉദ്യോഗസ്ഥലത്തിൽ പറഞ്ഞു ഇവിടുന്ന് വീണ്ടും ആ ഡീറ്റെയിൽസിൽ ഫോളോ ചെയ്യും. മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടാം. അത് പൊതുവിലുള്ള താല്പര്യം തന്നെ എല്ലാ സംസ്ഥാനങ്ങളും പറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് GST നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് വരേണ്ട വരുമാനം വേണ്ടത്ര വന്നില്ല എന്നുള്ളത്. അതിനകത്ത് കുറച്ച് സത്യമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, GST നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആ ബെനിഫിറ്റ് സംസ്ഥാനങ്ങൾ കിട്ടുന്നില്ല. ഇപ്പം ഡൽഹിയിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നു, കേരളത്തിൽ വരുമ്പോൾ ആ ടാക്സ് ഇവിടെ വിൽക്കുന്ന സാധനത്തിൽ ടാക്സ് അവിടെ കളക്ട് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തരണം. ഇവിടുന്ന് പുറത്തേക്ക് ഉദാഹരണത്തിന് അടക്ക അയച്ചിട്ട് അടക്ക അയച്ചതേ ഇല്ല. പക്ഷേ രേഖ കാണിച്ചിട്ട് കള്ളക്കണക്കടിച്ച് 100-200 കോടിയുടെ അടക്ക അയച്ചു, പ്ലൈവുഡ് അയച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേരിൽ നമ്മുടെ ഇവിടുന്ന് പോകുന്ന രേഖ ഉപയോഗിച്ചിട്ട് വ്യാജമായിട്ട് അവിടെ ചിലപ്പോൾ ടാക്സ് അങ്ങോട്ട് കളക്ട് ചെയ്യും. ഇവിടെ തന്നിട്ടില്ല, കള്ള രേഖ കാണിക്കും. ഇത്തരം ചില കാര്യങ്ങൾ സാങ്കേതികമായി നടക്കുന്നു. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അറസ്റ്റ് വന്നത്. എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ ഉള്ളതുപോലെ വണ്ടി പരിശോധിക്കൽ മാത്രമല്ല, ഇന്റലിജൻസ്
ഓഡിറ്റിംഗ് തുടങ്ങിയ ഏറ്റവും ആധുനികമായ രീതികളിൽ ഇക്കാര്യം പരിശോധിക്കാനുള്ള സംവിധാനമാണ് ആലോചിക്കുന്നത്. അതിൻ്റെതായ ഗുണമുണ്ടാകും. നമുക്ക് കളക്റ്റീവായിട്ട് ആളുകൾ ബില്ല് വാങ്ങാനുള്ള ഒരു പ്രേരണയും നമുക്ക് സംയുക്തമായിട്ട് കേരളത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതനുസരിച്ച് മുന്നേറ്റം ഉണ്ടാവും എന്നാണ് സർ പ്രതീക്ഷിക്കുന്നത്. നിയമസഭയിലെ ഇന്നത്തെ മറ്റ് കാര്യങ്ങളിലേക്ക് കൂടി വന്നാൽ സഹകരണ മേഖലയിലെ ക്രമക്കേട് തടയാൻ കർക്കശമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. നിക്ഷേപകർക്ക് ഒരു ആശങ്കയും വേണ്ട, വിശ്വാസ്യതയാണ് സഹകരണ മേഖലയിൽ ഏറ്റവും പ്രധാനം. ഇത് തകർന്ന നടപടി ഉണ്ടായാൽ ഇടപെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സഹകരണ മേഖലയുടെ പ്രത്യേകത തന്നെ അതിൻ്റെ വിശ്വാസ്യതയാണ്. അതിന് പ്രധാന കാരണം നമ്മുടെ ദേശീയ പ്രസ്ഥാന കാലം തൊട്ട് വളർന്നു വന്നതാണിത്. അതിൻ്റേതായ ഒരു പാരമ്പര്യം, അതിൻ്റേതായ ഒരു വിശ്വാസ്യത പൊതുവിൽ സഹകരണ മേഖലയ്ക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ സമീപകാലത്ത് ചില്ലറ തെറ്റായ സ്വഭാവങ്ങൾ വരുന്നു എന്നുള്ളത് ശരിയാണ്. ആ സ്വഭാവങ്ങൾ നിയന്ത്രിക്കാൻ, തെറ്റായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടികളിലേക്ക് ഇപ്പോൾ സഹകരണ വകുപ്പ് നീങ്ങിയിട്ടുണ്ട്. പല മാതൃകാപരമായ നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നത് അത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറയും. അപ്പോൾ അതിലൂടെ അത് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. കർക്കശമായ മുഖം നോക്കാതെയുള്ള നടപടിയാണ് അത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുക. ഏതെങ്കിലും തരത്തിൽ സഹകരണ മേഖലയുടെ തകർച്ചക്കിടയാക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ അത് അവിടെ വെച്ച് തന്നെ പരിഹരിക്കാനുള്ള ഇടപെടലാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ആശങ്കയുണ്ടാകേണ്ടതില്ല. ഫലപ്രദമായി തന്നെ സർക്കാർ അതിലിടപെടും. ഇടതു സർക്കാർ കാലത്തെ വൈദ്യുതി വകുപ്പിന്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. UDF കാലത്താണ് ഏറ്റവും കൂടുതൽ ചാർജ് വർദ്ധിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു. റെഗുലേറ്ററി കമ്മീഷന്റെ ശുപാർശകൾക്കനുസരിച്ചാണ് നിരക്ക് വർധന. സർക്കാർ ഇടപെടൽ മൂലമാണ് അത്ര വലിയ വർധനവുണ്ടാകാത്തതെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ ആവശ്യം സഭ ഇതോടെ തള്ളുകയും ചെയ്തു. സർ, വൈദ്യുതി ചാർജ് 2011 മുതൽ 2016 വരെ 3 തവണ ചാർജ് വർദ്ധിപ്പിച്ചു. 2012 24% വർദ്ധിപ്പിച്ചത്. 2013 9.1%, 2014 6.7%. അപ്പം മൊത്തം ആ കാലത്ത് 44.44% വർദ്ധിപ്പിച്ചത്. ആരുടെ കാലമാണെന്ന് ഞാൻ പറയണ്ടല്ലോ. 2016 മുതൽ 2021 വരെ വൈദ്യുതി ചാർജ് 2 തവണ വർദ്ധിച്ചു. 2017 4.77, 2019 7.32, മൊത്തം 12.44. 2022 നടത്തിയ ചാർജ് വരുന്നത് 6.6. KSEBL പ്രപ്പോസൽ കൊടുത്തു. അതിൽ സർക്കാരിൻ്റെയും കൂടി അഭിപ്രായം ചോദിച്ചിട്ടാണ് ഇത്രയും താഴ്ത്തിയെടുത്തത് കേട്ടോ. അതും കൂടി ആലോചിക്കണം. സർക്കാരിൻ്റെയും കൂടി അഭിപ്രായം അറിഞ്ഞിട്ടാണ് താഴ്ത്തി വന്നത്. തിരികെ വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.